BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസൽ ഖലീഫയുടെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും സാംസ്കാരികം, ശാസ്ത്രം, സാമൂഹികം, ആരോഗ്യം, മാധ്യമം, സാമ്പത്തികം, ഭക്ഷ്യസുരക്ഷ, മുനിസിപ്പൽ ജോലി, കാലാവസ്ഥ ശാസ്ത്രം, മറ്റ് മേഖലകൾ എന്നിവ ഉൾക്കൊള്ളുന്ന 25 ധാരണാപത്രങ്ങൾ, കരാറുകൾ, എക്സിക്യൂട്ടീവ് പരിപാടികൾ എന്നിവയിൽ ഒപ്പുവച്ചു. ആരോഗ്യ മേഖലയിൽ ഒരു ധാരണാപത്രം, 2 സഹോദര രാജ്യങ്ങളിലെയും വാർത്താ മന്ത്രാലയങ്ങൾക്കിടയിൽ മാധ്യമ മേഖലയിൽ ഒരു ധാരണാപത്രം, തൊഴിൽ മന്ത്രാലയങ്ങൾക്കിടയിൽ തൊഴിൽ, മാനവ വിഭവശേഷി വികസന മേഖലയിൽ ഒരു ധാരണാപത്രം, കൃഷി, മത്സ്യബന്ധനം, ജലവിഭവ മന്ത്രാലയവും ബഹ്റൈൻ മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയവും തമ്മിലുള്ള കാർഷിക, മൃഗസംരക്ഷണ, വികസന, ഭക്ഷ്യസുരക്ഷാ മേഖലയിലെ ധാരണാപത്രം, വിദ്യാഭ്യാസ മേഖലയിൽ ഇരു രാജ്യങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ധാരണാപത്രം എന്നിവയാണ് ഒപ്പുവച്ചത്. കാലാവസ്ഥാ ശാസ്ത്ര മേഖലയിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ബഹ്റൈൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയവും തമ്മിൽ ഒരു ധാരണാപത്രവും, എൻഡോമെന്റ്, സക്കാത്ത് എന്നീ മേഖലകളിൽ എൻഡോമെന്റ് മന്ത്രകാര്യ മന്ത്രാലയവും നീതി, ഇസ്ലാമിക് അഫയേഴ്സ്, എൻഡോമെന്റ് മന്ത്രാലയം തമ്മിൽ 2 ധാരണാപത്രം, റോയൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനും ബഹ്റൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള പൊതുഭരണ മേഖലയിലെ ഒരു ധാരണാപത്രം, മനുഷ്യക്കടത്തിന് ചെറുക്കുന്നതിനുള്ള നാഷണൽ കമ്മിറ്റി ടു കോമ്പാക്ട് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ബഹ്റൈൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയും തമ്മിലുള്ള ശേഷി വികസന മേഖലയിൽ ഒരു ധാരണാപത്രം എന്നിവയും ഒപ്പുവച്ചു. ബഹ്റൈൻ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ടും സോഷ്യൽ ഇൻഷുറൻസ് അതോറിറ്റിയും തമ്മിൽ ഇൻഷുറൻസ്, സാമൂഹിക സംരക്ഷണ മേഖലയിൽ ഒരു ധാരണ, വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയവും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയും തമ്മിൽ പ്രദർശനങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കൽ, നിക്ഷേപ പ്രോത്സാഹന മേഖലയിൽ ധാരണാപത്രം, ഭൗതിക സ്വത്തവകാശ മേഖലയിലെ ഒരു ധാരണാപത്രം, വ്യാവസായിക മേഖലയിലെ ഒരു ധാരണാപത്രം, ബഹ്റൈൻ വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയവും വ്യവസായ വാണിജ്യ മന്ത്രാലയവും ഒപ്പുവെച്ച വിലയേറിയ ലോഹങ്ങളുടെ വിശകലനം, സ്റ്റാമ്പിംഗ്, വിലയേറിയ കല്ലുകളുടെ പരിശോധന എന്നിവയെക്കുറിച്ചുള്ള ധാരണാപത്രം എന്നിവയാണ് കരാറുകളിൽ ഉൾപ്പെട്ടിരുന്നത്. ടാക്സ് അതോറിറ്റിയും ബഹ്റൈൻ നാഷണൽ ബ്യൂറോ ഓഫ് റവന്യൂവും തമ്മിലുള്ള ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനുള്ള കരാറിലും ഇരുപക്ഷവും ഒപ്പുവച്ചു. ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും ബഹ്റൈൻ മുന്തലഖത്ത് ഹോൾഡിംഗ് കമ്പനിയും തമ്മിലുള്ള നിക്ഷേപ മേഖലയിലെ ധാരണാപത്രം, സുൽത്താനേറ്റിലെ നദാജ് കമ്പനിയും ബഹ്റൈൻ രാജ്യത്തിലെ ഗാദ കമ്പനിയും തമ്മിലുള്ള ഭക്ഷ്യസുരക്ഷാ മേഖലയിലെ ധാരണാപത്രം, പ്രത്യേക സാമ്പത്തിക മേഖലകൾക്കും സ്വതന്ത്ര മേഖലകൾക്കുമുള്ള പബ്ലിക് അതോറിറ്റിയും ബഹ്റൈൻ വ്യവസായ വാണിജ്യ മന്ത്രാലയവും തമ്മിലുള്ള സാമ്പത്തിക വ്യാവസായിക മേഖലകൾ സ്ഥാപിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള ധാരണാപത്രം, മസ്കറ്റ്, ബഹ്റൈൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ തമ്മിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് മേഖലയിലെ ധാരണാപത്രം എന്നിവയും ഒപ്പിട്ടതിൽ ഉൾപ്പെടുന്നുണ്ട്. ബഹ്റൈൻ രാജ്യത്തിലെ അക്കാദമിക് അക്രഡിറ്റേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി അഷുറൻസ് അതോറിറ്റിയും എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് ക്വാളിറ്റി അതോറിറ്റിയും തമ്മിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനുള്ള 4 എക്സിക്യൂട്ടീവ് പ്രോഗ്രാമുകളിലും ഒപ്പുവച്ചു. ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിൻ്റെയും തടവുകാരെയും ബന്ദികളെയും മോചിപ്പിക്കുന്നതിൻ്റെയും ബഹ്റൈൻ സ്വാഗതം ചെയ്തു. വിനാശകരമായ മാനുഷിക സാഹചര്യം ലഘൂകരിക്കുന്നതിനും 15 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന വിനാശകരമായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള നിർണായക നടപടിയാണിത്. ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പിൻവലിക്കാൻ സിവിലിയൻ ജനതയുടെ സംരക്ഷണം, ദുരിതാശ്വാസം, ഭക്ഷണം, വൈദ്യശാസ്ത്രം, ഇന്ധനം എന്നിവയ്ക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ കരാറിലെ വ്യവസ്ഥകൾ നടപ്പാക്കാനുള്ള എല്ലാ കക്ഷികളുടെയും പ്രതിബദ്ധതയുടെ പ്രാധാന്യം വിദേശകാര്യ മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്ക് അനുസൃതമായി തടസ്സങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ലാതെ സഹായം ലഭ്യമാക്കണം. വെടിനിർത്തൽ കരാറിനായുള്ള ഈജിപ്ത്, ഖത്തർ, US എന്നീ രാജ്യങ്ങൾ നടത്തിയ അശാന്തമായ നയതന്ത്ര മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ബഹ്റൈന്റെ അഭിനന്ദനം മന്ത്രാലയം അറിയിച്ചു. കേരളോത്സവം 2025 മത്സരങ്ങൾക്ക് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ഫെബ്രുവരി 19 തുടക്കമാകും. 1.5 മാസത്തോളം നീളുന്ന കലാമാമാങ്കത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ നിരവധി പരിപാടികളാണ് സമാജം അങ്കണത്തിൽ അരങ്ങേറുക. ബഹ്റൈൻ കേരളീയ സമാജം കുടുംബാംഗങ്ങളുടെ കലാ, സാംസ്കാരിക, സാഹിത്യ വാസനകൾ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2000-ലാണ് കേരളോത്സവം തുടങ്ങിയത്. സമാജം അംഗങ്ങൾക്കും 18 വയസ്സ് തികഞ്ഞ കുടുംബാംഗങ്ങൾക്കും പങ്കെടുക്കാവുന്ന കേരളോത്സവത്തിന്റെ ഭാഗമായി നിരവധി വ്യക്തിഗത, ഗ്രൂപ്പിന മത്സരങ്ങളാണ് നടക്കുക. 1500-ൽ പരം അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഹിന്ദോളം, അമൃതവർഷിണി, മേഘമൽഹാർ, നീലാംബരി, ഹംസധ്വനി എന്നിങ്ങനെ 5 ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തുന്ന പരിപാടിക്ക് ഇതിനോടകം തന്നെ വൻ ആവേശവും പ്രതികരണവുമാണ് ലഭിച്ചുവരുന്നതെന്ന് സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 19 ആരംഭിക്കുന്ന പരിപാടികൾ ഫെബ്രുവരി അവസാനം വരെ നീണ്ടു നിൽക്കും. ആദ്യഘട്ടത്തിൽ സ്റ്റേജ് തര മത്സരങ്ങളും തുടർന്ന് വ്യക്തിഗത മത്സരങ്ങളും ഒടുവിൽ ഗ്രൂപ്പ് മത്സരങ്ങളും എന്ന രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്.
ആർട്ട് ഇൻസ്റ്റലേഷൻ ജനുവരി 30 പൂർത്തിയാകും. ജനുവരി 31 ഉച്ചകഴിഞ്ഞ് 3 നടക്കുന്ന മാസ്റ്റ് പെയിന്റിംഗ് മത്സരത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളുടേതായി 5 മീറ്റർ ക്യാൻവാസിലുള്ള 5 ചിത്രകലാ കലാസൃഷ്ടികൾ വിരിയും. ഇവ ഫെബ്രുവരി അവസാനം വരെ സമാജമംഗളത്തിൽ പൊതുദർശനത്തിനായി പ്രദർശിപ്പിക്കും. 80കളുടെ ഓളവും 80ഓളം രുചികളും എന്ന ടാഗ്ലൈനിലെത്തുന്ന 80ഓളം എന്ന മെഗാ രുചിമേള ഫെബ്രുവരി 21 നടക്കും. പരിപാടിയുടെ മുഖ്യ ആകർഷണം 80കൾ എന്ന തീം തന്നെയാണ്. ഗ്രഹാതുരത്വമുണർത്തുന്ന പഴയകാല വസ്ത്രരീതികളും സ്റ്റാളുകളും പാട്ടുകളും ഫ്ലാഷ് മോബും അങ്ങനെ എല്ലാം 80കളുടെ കെട്ടിലും മട്ടിലുമാകുമ്പോൾ അവ ബഹ്റൈനിലെ മലയാളി സമൂഹത്തിന് ഒരു പുതുമയാകും. മികച്ച വസ്ത്രം, മികച്ച അലങ്കാരം, മികച്ച ഫ്ലാഷ് മോബ് എന്നിങ്ങനെ 80കളെ ആസ്പദമാക്കി നടക്കുന്ന മത്സരങ്ങളും മികച്ചതും വ്യത്യസ്തവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പുന്ന മത്സരമുണ്ടാകും. 80കളിലെ വേഷവിധാനത്തിൽ പങ്കെടുക്കാൻ കാണികളെയും പ്രേരിപ്പിക്കുന്ന പരിപാടിയിൽ കാണികൾക്കായും കൈനിറയെ സമ്മാനങ്ങളാണ് സംഘാടകർ കരുതിയിരിക്കുന്നത്. ആഷ്ലി കുര്യൻ ജനറൽ കൺവീനറായും വിപിൻ മോഹൻ, ശ്രീവിദ്യ വിനോദ്, സിജി ബിനു എന്നിവർ ജോയിന്റ് കൺവീനർമാരായും സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയ് ചന്ദ്രൻ നായർ എക്സൈസ് ഒഫീഷ്യോ ആയും 50ഓളം അംഗങ്ങളുടെ സംഘാടക സമിതി രൂപവൽക്കരിച്ചു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം പുതിയ കമ്മിറ്റിയെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ എംബസിയിൽ വെച്ച് ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ്, സെക്കൻഡ് സെക്രട്ടറി രവികുമാർ ജെയിൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. KPO പ്രസിഡന്റ് സുധീർ തിരുനെല്ലത്ത്, ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ്, ശിക്ഷാധികാരി ജമാൽ കുറ്റിക്കാട്ടിൽ, വൈസ് പ്രസിഡന്റ് അഖിൽ താമരശ്ശേരി, വനിതാ വിഭാഗം കൺവീനർ സജന ഷനൂബ്, കായിക വിഭാഗം കൺവീനർ സുധി ചത്തോത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ബഹ്റൈനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു. കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കാനുള്ള ബഹ്റൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗൾഫ് എയറിന്റെ തീരുമാനം പുനർചിന്തനം എത്താൻ എംബസിയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ നടത്താനും പ്രശ്നം പരിഹരിക്കാനുമുള്ള അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. നെടുമങ്ങാട് കന്യാകുളങ്ങര റോഡിലെ ഇഞ്ചിയത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ സ്ത്രീ മരിച്ചു. നിരവധി പേർക്ക് പരിക്കുണ്ട്. കരുവള്ളൂർ സ്വദേശിനി ദാസിനിയാണ് മരിച്ചത്. ബസ്സിൽ കുട്ടികളടക്കം 49 പേരുണ്ടായിരുന്നു. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. രാത്രി 10:15ഓടെയായിരുന്നു അപകടം. മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളവിൽ നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു. പരിക്കേറ്റവരെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 25ഓളം പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ക്രമീകരണം നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. മഹാരാജാസ് കോളേജിൽ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ വിചാരണ അനിശ്ചിതമായി വൈകുന്നതിനെതിരെ അഭിമന്യുവിന്റെ മാതാവ് ഇടുക്കി വട്ടവട സ്വദേശിയെ ഭൂപതി നൽകിയ ഹർജി ജനുവരി 24 പരിഗണിക്കാൻ മാറ്റി. 2018 സെപ്റ്റംബർ 24 കുറ്റപത്രം നൽകിയിട്ടും വിചാരണ നടപടികൾ പ്രാഥമിക ഘട്ടത്തിലാണെന്നും നീതി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മാതാവ് ഹർജി നൽകിയത്. ഹർജിയിൽ ഹൈക്കോടതി നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ റിപ്പോർട്ട് തേടിയിരുന്നു. ചുവരെഴുത്തുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് 2018 ജൂലൈ 2 SFI നേതാവായ അഭിമന്യു കോളേജ് കവാടത്തിൽ കുത്തേറ്റ് മരിച്ചത്. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരാണ് കേസിലെ പ്രതികൾ. മകരവിളക്കുത്സവത്തിന്റെ ഭാഗമായ ശബരിമല ദർശനം ജനുവരി 19 രാത്രി അവസാനിക്കും. അന്ന് വൈകിട്ട് 6 മണിവരെ മാത്രമേ ഭക്തരെ പമ്പയിൽ നിന്ന് കടത്തിവിടൂ. രാത്രി 10 മണിവരെ മാത്രമാണ് ദർശനം. ശനിയാഴ്ച രാവിലെ 10:30 വരെയാണ് നെയ്യഭിഷേകം. തുടർന്ന് പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ കളഭാഭിഷേകം നടക്കും. മണിമണ്ഡപത്തിലെ കളമെഴുത്തും വിളക്കെഴുത്തിനും ഇന്ന് രാത്രി അവസാനിക്കും. 19 അത്താഴപൂജയ്ക്ക് ശേഷം മണിമണ്ഡപത്തിന് മുന്നിൽ നടക്കുന്ന ഗുരുതിയോടെ മകരവിളക്ക് തീർത്ഥാടനം സമാപിക്കും. ജനുവരി 20 പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം. രാവിലെ 5:30 ഗണപതി ഹോമത്തിന് ശേഷം തിരുവാഭരണ മടക്ക ഘോഷയാത്ര പുറപ്പെടും. രാജപ്രതിനിധിയുടെ ദർശനത്തിന് ശേഷം 6:30 മേൽശാന്തി അയ്യപ്പ വിഗ്രഹത്തിൽ വിഭൂതിയഭിഷേകം നടത്തി ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതോടെ തീർത്ഥാടന കാലത്തിന് സമാപനം കുറിക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.